How to Become a True Christian. Malayalam Language Part 2. യേശു ദൈവരാജ്യം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ആദ്യ ഭാഗം വിശ്വാസികളെ ക്രിസ്ത്യാനികളാകാൻ പഠിപ്പിക്കുന്നതാണ്. രണ്ടാം ഭാഗം ക്രിസ്ത്യാനികൾ വിശുദ്ധരായി മാറുന്നു. യഥാർത്ഥ ആരാധകർ ക്രിസ്ത്യാനികളും വിശുദ്ധരുമാണ്, കാരണം അവരിൽ ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ഉണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 23 പറഞ്ഞിരിക്കുന്നതുപോലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയൂ. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കാനാവില്ല. നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിലോ നിങ്ങൾ പഠിച്ച ഒരു ഭാഷയിലോ ആരാധിക്കുകയാണെങ്കിൽ അത് ശാരീരികാരാധനയാണ്. നിങ്ങളുടെ ജഡത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ലെന്ന് റോമർ അനുപാതം 8:8 പറയുന്നു. നിങ്ങൾ ശാരീരികമായി ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു. മത്തായി ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 33 വഞ്ചിയിലുള്ളവർ വന്ന് അവനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായും നീ ദൈവപുത്രനാണ്. മത്തായി അനുപാതം 28:16-17 പറയുന്നു. 11 ശിഷ്യന്മാരും ഗലീലയിലേക്ക് യേശു അവർക്കായി നിശ്ചയിച്ചിരുന്ന മലയിലേക്ക് പോയി. 17 അവനെ കണ്ടപ്പോൾ അവർ അവനെ നമസ്കരിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 13 പറയുന്നു. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും ഞാൻ ചെയ്യും. യോഹന്നാൻ വൈകിട്ട് 4 മണി കഴിഞ്ഞ് 23:24 പ്രസ്താവിക്കുന്നു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഏറ്റവും ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവൻ നിങ്ങൾക്കു തരും. 24 ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ സന്തോഷം നിറയേണ്ടതിന് ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന പല വിശ്വാസികൾക്കും മനസ്സിലായില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. ഈ പ്രസ്താവന വളരെ നിർണായകമാണ്. അത് 5 പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. മത്തായി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 11 പറയുന്നത്, മാനസാന്തരത്തിനായി ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്. അവന്റെ ചെരിപ്പുകൾ ചുമക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. മർക്കോസ് അനുപാതം 1:8 പറയുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. ലൂക്കോസ് പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 യോഹന്നാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നെക്കാൾ ബലവാനായവൻ വരുന്നു. അവന്റെ ചെരിപ്പ് അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. യോഹന്നാൻ രാത്രി 1 മണി കഴിഞ്ഞ് 33 പറയുന്നത്, എനിക്ക് അവനെ അറിയില്ലായിരുന്നു. എന്നാൽ എന്നെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കാൻ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങിവരുന്നതും അവന്റെ മേൽ വസിക്കുന്നതും നീ കാണുന്നുവോ? അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നു. അനുപാതം 1:5 യോഹന്നാൻ ജലത്താൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ അധികം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ യേശു വിശ്വാസികളെ സ്നാനപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ കഴിയൂ. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് യഥാർത്ഥ ആരാധകരാകാൻ കഴിയൂ. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിലൂടെ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയൂ. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് ദൈവത്തെ അറിയാൻ കഴിയൂ, കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരിലുണ്ട്. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് ശക്തി ലഭിക്കൂ. അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് വിശുദ്ധരാകാൻ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകാൻ കഴിയൂ. പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിച്ച വിശ്വാസികൾ ഇപ്പോൾ സത്യം സ്വീകരിക്കുകയും സത്യാത്മാവ് അവരിൽ പ്രകടമാകുന്നതിനു മുമ്പ് അത് അനുസരിക്കുകയും വേണം. നിങ്ങൾ ഇതുവരെ ഒരു യഥാർത്ഥ ക്രിസ്ത്യനല്ല. മത്തായി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 15 യേശു യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു. അതിൽ പ്രസ്താവിക്കുന്നു, എന്നാൽ യേശു അവനോട് ഉത്തരം പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയാകാൻ അനുവദിക്കുക. കാരണം എല്ലാ നീതിയും നിറവേറ്റുന്നത് നമുക്ക് അനുയോജ്യമാണ്. എന്നിട്ട് അവനെ അനുവദിച്ചു.
ഇത് ശാരീരിക നീതി രക്ഷയിൽ നിന്ന് ആത്മനീതി രക്ഷയിലേക്കുള്ള പരിവർത്തനമാണ്. ഇത് യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. യോഹന്നാൻ അനുപാതം 3:1-2 ൽ യഹൂദന്മാരുടെ ഭരണാധികാരിയായ നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു പരീശനുണ്ടായിരുന്നു. 2 ആ മനുഷ്യൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു അവനോടു, റബ്ബി, നീ ദൈവത്തിൽ നിന്നു വന്ന ഒരു ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയില്ല. നിക്കോദേമസ് ശാരീരിക നീതിയിൽ വിശ്വസിച്ചു, അപ്പോഴും യഥാർത്ഥ ആത്മാവ് ഉണ്ടായിരുന്നു. താൻ ആത്മനീതിയിൽ വിശ്വസിക്കേണ്ടതുണ്ടെന്ന് യേശു വിശദീകരിച്ചു. യോഹന്നാൻ അനുപാതം 3:3 ൽ യേശു അവനോട് ഉത്തരം പറഞ്ഞു, ഏറ്റവും ഉറപ്പായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ യേശുവിനെ ആത്മീയമായി സ്വീകരിക്കണം. നിങ്ങൾ ആത്മീയമായി വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 17 പറയുന്നത്, ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയ കാര്യങ്ങൾ കടന്നുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ആത്മാവ് യേശുവിന്റെ ആത്മാവിൽ, ക്രിസ്തുവിന്റെ ആത്മാവിൽ ആഴ്ന്നിരിക്കുന്നു. നിങ്ങളുടെ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ആത്മാവിനെ സ്നാനപ്പെടുത്തുന്ന ജീവജലമാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ഫിസിക്കൽ വാട്ടർ സ്നാനത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ആത്മാവിന് സ്നാപനമേൽക്കാൻ ദൈവം ഒരു വഴി നൽകി. 2 കൊരിന്ത്യർ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 16 പറയുന്നു, അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം പരിഗണിക്കുന്നില്ല. നാം ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിട്ടും ഇപ്പോൾ നാം അവനെ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ലെന്ന് റോമർ അനുപാതം 8:8 പറയുന്നു. യോഹന്നാൻ അനുപാതം 3:3 പറയുന്നത്, തനിക്ക് ദൈവരാജ്യം കാണാൻ കഴിയില്ല എന്നാണ്. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയായി യേശുവിനെ പരാമർശിക്കുന്നു. യോഹന്നാൻ അനുപാതം 14:6 ൽ യേശു അവനോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. യോഹന്നാൻ അനുപാതം 3:5 ൽ ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്ന് യേശു നിക്കോദേമോസിനോട് വിശദീകരിക്കുന്നു. അവൻ പറയുന്നു, തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുവൻ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. യോഹന്നാൻ അനുപാതം 3:3 ൽ നിക്കോദേമോസിനോട് താൻ വീണ്ടും ജനിക്കണമെന്ന് യേശു പറയുന്നതിനെയാണ് ജലത്തിൽ നിന്ന് ജനിച്ചത് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. നിങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ള ഒരു ആത്മനീതിയുള്ള വിശ്വാസിയായിരിക്കണം നിങ്ങൾ. യോഹന്നാൻ 4-ാം അധ്യായത്തിലെ ജീവജലമാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. യേശു വെള്ളത്തിൽ നിന്നാണ് ആത്മീയമായി ജനിച്ചതെന്ന് പല വിശ്വാസികൾക്കും അറിയില്ല. 1 യോഹന്നാൻ അനുപാതം 5:6 പറയുന്നത്, വെള്ളത്താലും രക്തത്താലും വന്നവൻ ഇതാണ് യേശു ക്രിസ്തു, ജലത്താൽ മാത്രമല്ല വെള്ളത്താലും രക്തത്താലും. ആത്മാവാണ് സാക്ഷ്യം വഹിക്കുന്നത്, കാരണം ആത്മാവ് സത്യമാണ്. വിശ്വാസികളെ സത്യം പഠിപ്പിക്കുകയും സത്യത്തിന്റെ ആത്മാവ് സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർ തിരുവെഴുത്തുകളിലെ സത്യം അറിയുമായിരുന്നു. യോഹന്നാൻ അനുപാതം 3:5 ആത്മാവ് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ രാത്രി 8 മണി കഴിഞ്ഞ് 22 പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നതുപോലെ ഈ തിരുവെഴുത്തുകളിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവിനെയും സത്യത്തിന്റെ ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. യേശു വന്നത് ആത്മീയമായി വെള്ളത്തിലൂടെയാണ്. ആത്മീയ നീതിയുള്ള വിശ്വാസികൾ വെള്ളത്തിൽ നിന്നാണ് ജനിച്ചത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനായി നാം യേശുവിനെ നമ്മിൽ രൂപപ്പെടുത്തുകയാണ്. ഗലാത്യർ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 19 പറയുന്നത്, എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപം പ്രാപിക്കുന്നതുവരെ അവർക്കുവേണ്ടി ഞാൻ വീണ്ടും ജന്മം കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ആവശ്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം തകർത്തുകൊണ്ട് യോഹന്നാൻ അനുപാതം 3:5 നിങ്ങളോട് പറയുന്നു. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനമാണ്. യോഹന്നാൻ അനുപാതം 3:5 മനസ്സിലാക്കാൻ യോഹന്നാൻ അനുപാതം 3:6 എന്ന യോഗ്യതയുള്ള തിരുവെഴുത്ത് വിശ്വാസികൾക്ക് മനസ്സിലായില്ല.
യോഹന്നാൻ അനുപാതം 3:6 ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണെന്നും ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണെന്നും പറയുന്നു. സത്യത്തെക്കുറിച്ചുള്ള അറിവ് വിശ്വാസികൾക്ക് ഇല്ലാതിരുന്നതിനാൽ അവർക്ക് യോഹന്നാൻ അനുപാതം 3:6 ഗ്രഹിക്കാനും യോഹന്നാൻ അനുപാതം 3:5 പ്രയോഗിക്കാനും കഴിഞ്ഞില്ല. ജലത്തിൽ നിന്ന് ജനിച്ചത് എന്നത് ഭൗതിക ജലസ്നാനത്തെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തെ സൂചിപ്പിക്കുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞു. അവർ ആത്മാവുമായി മാംസം കലർത്തുകയായിരുന്നു. ജലത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിച്ചത് ആത്മാവിനുള്ള ആത്മാവാണ്. യോഹന്നാൻ അനുപാതം 3:5 മുതൽ യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ് വരെ യേശുവും നിക്കോദേമോസും സംഭാഷണം തുടർന്നു. അവർ ഒരേ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ് പറയുന്നത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ അനുപാതം 3:5 യേശു മറുപടി പറഞ്ഞു, ഏറ്റവും ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവന്റെ പ്രസ്താവന നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരുവൻ ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു എന്ന് യേശു പറയുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് നിത്യജീവനാണ്. വിശ്വാസികൾക്ക് സത്യത്തെക്കുറിച്ചുള്ള അറിവ് അവരിൽ ഇല്ലാതിരുന്നതിനാൽ അവർ യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ് പാപമോചനത്തിൽ വിശ്വസിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഇത് തെറ്റായ അധ്യാപകരുടെ നുണയാണ്. യോഹന്നാൻ അനുപാതം 3:5 യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റും ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനങ്ങളാണ്. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ആവശ്യമാണെന്ന് ഇരുവരും പറയുന്നു. യേശു ശമര്യക്കാരിയായ സ്ത്രീയോട് ജീവജലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 13 മിനിറ്റ് -14 യേശു അവളോട് ഉത്തരം പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. 14 എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നാൽ ഞാൻ അവനു കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങിവരുന്ന നീരുറവായിത്തീരും. ജീവജലം ക്രിസ്തുവിന്റെ ആത്മാവാണ്. ജീവജലം നിത്യജീവനിലേക്ക് ഉറവയായി മാറുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും നിങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ രാവിലെ 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് -39 പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു. 39 എന്നാൽ അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവ് ഇതുവരെ നൽകപ്പെട്ടിരുന്നില്ല, കാരണം യേശു ഇതുവരെ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 22 മിനിറ്റ് -23 പ്രസ്താവിക്കുന്നു. എന്നാൽ സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. എന്തെന്നാൽ അവനെ ആരാധിക്കാൻ പിതാവ് അത്തരക്കാരെ അന്വേഷിക്കുന്നു. 24 ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യേശുവിൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകർ ആകുകയും ചെയ്യും. അവർക്ക് ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ലഭിച്ചു. മത്തായി അനുപാതം 28:19 NKJV പ്രസ്താവിക്കുന്നു, അതിനാൽ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുക. 20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇതാ, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്. ആമേൻ. മത്തായി അനുപാതം 28:20 NIV ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം അത് അബേ എന്ന വാക്ക് ഉപയോഗിക്കുന്നു, നിരീക്ഷിക്കുക എന്നല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അത് അവരെ പഠിപ്പിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഞാൻ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. മത്തായി അനുപാതം 28:19 നിന്ന് എനിക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ലഭിച്ചുവെന്ന് പലരും ആശ്ചര്യപ്പെടുന്നു. വിശ്വാസികൾ അവരിൽ യേശുവിനെ രൂപപ്പെടുത്തുന്നു.
മത്തായി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 ൽ യേശു സ്നാനമേറ്റതും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങിയതും ഞാൻ നോക്കി. യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി ആത്മീയമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. യോഹന്നാൻ അനുപാതം 14:6 ൽ യേശുവാണ് സത്യം എന്ന് പറയുന്നു. കൂടാതെ യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞ് 26 പ്രസ്താവിക്കുന്നു, എന്നാൽ പിതാവിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്ന സഹായി, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അത് വ്യക്തമാക്കാൻ മത്തായി അനുപാതം 28:19 അർത്ഥമാക്കുന്നത് ഒരു ആത്മീയ നീതി വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെയും സത്യത്തിന്റെ ആത്മാവിന്റെയും കാര്യനിർവാഹകനാണ് പരിശുദ്ധാത്മാവ്. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവുമുണ്ട്. കൂടാതെ സത്യം അനുസരിക്കുക, ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് എന്നിവയെല്ലാം ജീവജലം ഉൾക്കൊള്ളുന്നു. വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമ്പോൾ അവരുടെ ജീവജലം വർദ്ധിക്കുന്നു. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 14 ൽ ഇതിനെ കുറിക്കുന്ന നീരുറവ എന്ന് പരാമർശിക്കുന്നു. യോഹന്നാൻ രാവിലെ 7 മണി കഴിഞ്ഞ് 38 അതിനെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയം ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നാണ്. അതിനാൽ യേശു ആത്മീയമായി വെള്ളത്തിൽ നിന്ന് ജനിച്ചതിനാൽ ദൈവം ആത്മാവ് അടങ്ങിയ ജീവജലമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഒരുപാട് ആത്മീയ ദർശനങ്ങൾ കാണാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ നാക്കളെ പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഞങ്ങൾ നടുമുറ്റത്ത് നിന്ന് നടക്കുമ്പോൾ മുറ്റത്ത് ഒരു രൂപം കണ്ടു. എന്റെ നായ്ക്കൾ ആ രൂപത്തിന്റെ അടുത്തേക്ക് ഓയിട്ടി, അത് അപ്രത്യക്ഷമായി. മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ നായ്ക്കൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് വായുവിലേക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ ആ രൂപം വിവരിച്ചു. അത് വെള്ളമായി നടക്കുന്ന ഒരു ശരീരം രൂപപ്പെടുത്തി. മുട്ടുഭാഗത്തിന് സമീപം ചെറിയ വൃത്താകൃതിയിലുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു. ജീവജലമുള്ള ഒരു ആത്മാവിനെ ഞാൻ കണ്ടുവെന്ന് ഇപ്പോൾ എനിക്കറിയാം. മത്തായി അനുപാതം 28:19 കാണിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും വ്യക്തിഗതമായി ചെയ്യപ്പെടുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് അവയെ ഒരുമിച്ച് ഭരിക്കുന്നു എന്നാണ്. അതിനാൽ സത്യത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഉണ്ടെന്നത് യാന്ത്രികമല്ല, അത് ഞങ്ങളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമുണ്ട്. എന്നാൽ ആദിമസഭയിൽ നടന്ന കാര്യങ്ങൾ കാരണം സത്യത്തിന്റെ ആത്മാവിന്റെ പ്രകടനമില്ല. സത്യത്തിന്റെ ആത്മാവ് ലഭിക്കുന്നതുവരെ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല. മർക്കോസ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് 15:18 പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. 16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. 17 വിശ്വസിക്കുന്നവരെ ഈ അടയാളങ്ങൾ പിന്തുടരും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും. 18 അവർ സർപ്പങ്ങളെ എടുക്കും. അവർ മാരകമായ എന്തെങ്കിലും കുടിച്ചാൽ അത് അവരെ ഉപദ്രവിക്കില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. മർക്കോസ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് 15:18 വിഭജനം. വിശ്വസിക്കുന്നവനിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. കൂടാതെ സ്നാനമേറ്റു, അതായത് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ്, അവരിലുള്ള സത്യത്തിന്റെ ആത്മാവ്. രക്ഷിക്കപ്പെടും, ദൈവരാജ്യത്തിലോ നിത്യജീവനിലോ പ്രവേശിക്കുക. വിശ്വസിക്കുന്നവരെ അടയാളങ്ങൾ പിന്തുടരും. പുതിയ ഭാഷകളിൽ സംസാരിക്കുക എന്നത് വിശ്വാസികളുടെ ഒരേയൊരു അടയാളമാണ്. കാരണം അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കുന്നില്ല. താൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുന്നവർ പുതിയ ഭാഷകളിൽ സംസാരിക്കുമെന്ന് യേശു പറയുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിനുശേഷം കല്ലറകളിൽ നിന്ന് പുറത്തുവന്ന വിശുദ്ധന്മാർ പുതിയ ഭാഷകളിൽ സംസാരിച്ചില്ല. മത്തായി അനുപാതം 28:19-20, മർക്കോസ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് 15:18 എന്നിവ ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസികളോട് ഇത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാവുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളെ പള്ളിയിലോ മറ്റെവിടെയെങ്കിലുമോ ചാടി ഓടാൻ പ്രേരിപ്പിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ശാരീരിക വികാരങ്ങളാണ്. റോമർ അനുപാതം 8:8 പറയുന്നു. അതിനാൽ ജഡത്തിലുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല.
ശാരീരികം എന്നാൽ മാംസം എന്നാണ്. കൂടാതെ നിങ്ങൾ സംസാരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. 1 കൊരിന്ത്യർ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 28 മിനിറ്റ് പറയുന്നത്, വ്യാഖ്യാതാവ് ഇല്ലെങ്കിൽ അവൻ പള്ളിയിൽ മിണ്ടാതിരിക്കട്ടെ, അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. 1 കൊരിന്ത്യർ അനുപാതം 14:2 പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്, കാരണം ആരും അവനെ മനസ്സിലാക്കുന്നില്ല. എന്നിരുന്നാലും ആത്മാവിൽ അവൻ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ദൈവത്തിന് വളരെ പ്രധാനമാണ്. ലൂക്കോസ് ഉച്ചയ്ക്ക് 1 മണി ആകാൻ 11:51 ഞാൻ ഭൂമിയിൽ തീ അയക്കാനാണ് വന്നതെന്നും അത് ഇതിനകം ജ്വലിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും യേശു പറഞ്ഞു. 50 എന്നാൽ എനിക്ക് സ്നാനമേൽക്കാൻ ഒരു സ്നാനമുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നു. 51 ഞാൻ ഭൂമിയിൽ സമാധാനം നൽകാൻ വന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒട്ടുമല്ല, മറിച്ച് ഭിന്നിപ്പാണ്. ലൂക്കോസ് പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16:17 യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നെക്കാൾ ബലവാനായവൻ വരുന്നു. അവന്റെ ചെരിപ്പ് അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. പ്രവൃത്തികൾ അനുപാതം 2:2-4 പ്രസ്താവിക്കുന്നു. പെട്ടെന്നു ശക്തമായ കാറ്റുപോലെ ആകാശത്തുനിന്ന് ഒരു ശബ്ദമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും അത് നിറഞ്ഞു. 3 അപ്പോൾ തീപോലെ പിളർന്ന നാവുകൾ അവർക്കു പ്രത്യക്ഷനായി. ഓരോരുത്തൻ അവരിൽ ഓരോരുത്തൻ ഇരുന്നു. 4 അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു, ആത്മാവ് അവർക്ക് വചനം നൽകിയതുപോലെ. യാക്കോബ് അനുപാതം 3:6 പ്രസ്താവിക്കുന്നു, നാവ് അഗ്നിയാണ്, അധർമ്മലോകമാണ്. ശരീരത്തെ മുഴുവൻ അശുദ്ധമാക്കുകയും പ്രകൃതിയുടെ ഗതിയെ അഗ്നിക്കിരയാക്കുകയും നരകത്തിൽ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന തരത്തിൽ നാവ് നമ്മുടെ അവയവങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവം തന്റെ ഉദ്ദേശ്യത്തിനായി നാവിനെ മെരുക്കി. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ നിങ്ങൾക്ക് സത്യം നൽകാനാണ് ഈ വീഡിയോ ലക്ഷ്യമിടുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനം സുവിശേഷ പുസ്തകങ്ങളിൽ ഉടനീളം കാണാം. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, അവയിലെ സത്യം അനുസരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് ഒരു വിശുദ്ധനാകാനുള്ള വഴി മാത്രമാണ്. ഒരു വിശുദ്ധനാകാൻ നിങ്ങൾ ഇപ്പോഴും വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. ഒരു വിശുദ്ധൻ വിശുദ്ധനാണ്, ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും ഒപ്പം നടക്കാൻ കഴിയും. ദൈവാത്മാവിനാൽ സ്നാനപ്പെടുന്നതുവരെ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ലെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. മത്തായി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 യേശു ക്രിസ്തുവും അവൻ സത്യവുമാണ്. യോഹന്നാൻ അനുപാതം 14:6 ശിഷ്യന്മാരെപ്പോലെ അവന് ക്രിസ്തുവിന്റെ ആത്മാവോ സത്യത്തിന്റെ ആത്മാവോ ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുന്നതുവരെ ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷ ആരംഭിച്ചില്ല. പ്രവൃത്തികൾ അനുപാതം 2:4 അവർക്ക് ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ലഭിച്ചു. വിശ്വാസികൾ എന്ന നിലയിൽ ശിഷ്യന്മാർ യേശുവാണ് സത്യം പഠിപ്പിച്ചത്. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ശിഷ്യന്മാർ നിറവേറ്റി. തുടർന്ന് അവർക്ക് ദൈവരാജ്യം പ്രസംഗിക്കാനും പഠിപ്പിക്കാനും കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുന്നതിന് മുമ്പ് രോഗികളെ പ്രസംഗിക്കാനും സുഖപ്പെടുത്താനുമുള്ള അധികാരം യേശു ശിഷ്യന്മാർക്ക് നൽകി. ലൂക്കോസ് അനുപാതം 9:1-2 പറയുന്നു. പിന്നെ അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി, അവർക്ക് എല്ലാ ഭൂതങ്ങളുടെയും മേൽ ശക്തിയും അധികാരവും നൽകുകയും രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്തു. 2 ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. ഈ അധികാരം ശാശ്വതമായിരുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? സത്യത്തിന്റെ ആത്മാവ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സത്യം പഠിപ്പിക്കണം.